നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറിലായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ ടവർ മൊമെന്റ് ആണ്. ചിലർക്ക് ഈ റിലേഷൻ ഇപ്പം എൻഡ് ആയി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായിട്ടുള്ള എൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം കാരണം നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോകേണ്ട സിറ്റുവേഷൻ വന്നിരിക്കാം. എന്തായാലും ഒരു എൻഡിങ് ഈ റിലേഷന്റെ കാര്യത്തിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിങ്ങൾ അത്രയും അധികം തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഒരു അകൽച്ച ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ദ മജീഷ്യൻ കാർഡാണ്. ഇവിടെ എൻഡായി പോയി എന്നുള്ള ഒരു, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു എന്ന് വിഷമിച്ചിരിക്കാതെ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ റിലേഷനിലോട്ട്, അതായത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് വേണം, ഈ പേഴ്സണെ നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻ പഴയ അതേ ബോണ്ടിങ്ങിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾ അവിടെ തളർന്നു പോവാതെ മാനിഫെസ്റ്റ് ചെയ്ത റിലേഷനെ വീണ്ടും തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. 10 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പെയിൻ സത്യം പറഞ്ഞാൽ ഡീൽ ചെയ്യാനൊന്നും പറ്റുന്നില്ല. നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും നിങ്ങൾ പെയിൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം അത്രയും വേദനിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പീസ്ഫുൾ ആയിട്ട് നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെ കൂടെ നിൽക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒറ്റപ്പെട്ട പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയും നിങ്ങൾ ഈ ലോകത്തല്ലാത്ത പോലെയുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. കാരണം ഈ പേഴ്സന്റെ പ്രസൻസ് നിങ്ങളെ അത്രയും ഒരു ആശ്വാസമായിരുന്നു നിങ്ങൾക്ക്. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു രീതിയിൽ മൈൻഡ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കൈ വിട്ട് പോകുന്ന ഒരു ലെവലിലാണ് നിങ്ങളിപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. 7 ഓഫ് സോഴ്സ് എനർജിയാണ്. ഒരു അകൽച്ചേനെയാണ് വീണ്ടും കാണിക്കുന്നത്. രണ്ടുപേരും തമ്മിലുള്ള ഒരു ചിലപ്പോൾ വാക്കുതർക്കങ്ങൾ എന്തെങ്കിലും സംഭവിച്ചതിന്റെ പേരിലായിരിക്കാം ഈ ഒരു അകൽച്ച വന്നത്. എന്തായാലും ഇതൊരു ഒരു പ്രശ്നം നടന്ന് മനഃപൂർവ്വം നിങ്ങളുടെ പേഴ്സൺ, ചിലർക്ക് അങ്ങനെ ആയിരിക്കും കേട്ടോ, മനഃപൂർവ്വം ഒരു ഡിസ്റ്റൻസ് വെക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. പേജ് ഓഫ് സോഴ്സ് എനർജിയാണ്. എന്തായാലും നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അവര് പെട്ടെന്ന് ധൃതി പിടിച്ചൊരു ആക്ഷൻ എടുക്കുന്നതായിട്ടല്ല, സാവധാനം മാത്രം ഒരു ഡിസിഷനിലോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ലവേഴ്സ് കാർഡാണ്. അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു സ്നേഹം, അട്രാക്ഷൻ, കണക്ഷൻ അതെല്ലാം സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഒരു കോണ്ടാക്ട് വരും. അവർക്ക് ഈ റിലേഷൻ എന്തായാലും അവർ എൻഡ് ചെയ്ത് പോവില്ല, ഇത് നഷ്ടപ്പെടുത്തില്ല എന്നുള്ള ഒരു എനർജിനെയാണ് കാണിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്നുള്ള രീതിയിൽ തന്നെയാണ്. അവർ റിലേഷൻ ഒരു സെപ്പറേഷനിലോട്ട് പോകുന്നത് ഒരിക്കലും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലില്ല. ഈ റിലേഷൻ എങ്ങനെയെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് അവർക്കുള്ളത് മെയിനായിട്ട്. ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. സമയം എടുത്തായാലും പെട്ടെന്ന് കാര്യങ്ങൾ ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷൻ അല്ല കേട്ടോ. ധൃതി പിടിച്ചിരിക്കരുത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, സാവധാനം മാത്രമേ ചേഞ്ച് വരുള്ളൂ. കാരണം നിങ്ങളെ പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു തകർന്നിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ പെട്ടെന്നൊരു ആക്ഷൻ എന്തായാലും ഇവിടെ കാണിക്കുന്നില്ല. സാവധാനം മാത്രം ഒരു ചേഞ്ച് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഉണ്ടാവും. ഒരു മെസ്സേജോ കോളോ ഏതെങ്കിലും രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇപ്പോൾ യൂണിവേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഈ റിലേഷനിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം.
എക്സ്പെക്ടേഷൻ എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു നിങ്ങളെ കുറിച്ചും. പക്ഷെ ഇവിടെ സത്യം പറഞ്ഞാൽ നിങ്ങളെ എക്സ്പെക്ട് ചെയ്ത പോലെ എല്ലാ സിറ്റുവേഷൻസ് വന്നത്. എല്ലാ രീതിയിലും ഒരു തകരുന്ന രീതിയിലുള്ള ഒരു അത്രയും പ്രശ്നങ്ങളോട്ട് ഈ റിലേഷൻ പോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. മൈ വേൾഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് അവരുടെ ലോകം തന്നെ നിങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ഈ റിലേഷനെയും നിങ്ങളെയും നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തില്ല. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ളത്. ആ ഒരു വാക്ക് അവർ പാലിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. പാഷൻ എന്നാണ് കാണിക്കുന്നത്. അതായത് ലവേഴ്സ് കാർഡിന്റെ ഒരു മീനിങ് തന്നെയാണിത്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പാഷൻ, ഒരു പാഷൻ ഒക്കെ അവർക്ക് നിങ്ങളോടുണ്ട്. ഒരു അട്രാക്ഷൻ ഒക്കെ നിങ്ങളോട്, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, ഇമോഷണൽ അറ്റാച്ച്മെന്റ് എല്ലാം അവർക്ക് നിങ്ങളോടുള്ളതായിട്ടാണ് കാണുന്നത്. ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നാണ്. അതായത് ഇപ്പൊ ഈ ഒരു റിലേഷൻ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ, ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഭയങ്കര പെയിനേക്കാൾ കൂടുതൽ ഇത് നഷ്ടപ്പെടും എന്നുള്ളൊരു ഫിയർ ആയിരിക്കും. പക്ഷെ ആ ഒരു ഫിയർ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സക്സസ് ആവുക. ഓക്കെ, നിങ്ങളൊന്ന് ലെറ്റ് ഗോ ചെയ്തിട്ട് റിലേഷൻ ഓക്കെ ആയി വരും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. അതായത് അടുത്ത ഒരു മാസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിലോ മാസങ്ങൾക്കുള്ളിലായിരിക്കും കേട്ടോ. നിയർ ഫ്യൂച്ചറിൽ തന്നെ ഇതിൽ ചേഞ്ചസ് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. നോട്ട് ദ റൈറ്റ് ടൈം എന്നുള്ളതാണ്. ഇപ്പം അതായത് നമ്മളിപ്പം അത്രയും ദുഃഖിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടില്ല. നമ്മൾ സാവധാനം ആലോചിച്ച് മാത്രമേ ഏത് കാര്യത്തിലായാലും ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ റിലേഷന്റെ കാര്യത്തിലും നിങ്ങൾ ആ രീതിയിൽ വേണം ഒരു ഡിസിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ്. അതായത് മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് റിലേഷന്റെ കാര്യത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. രോഹിണി, ലെറ്റർ സി, 1985, തിരുവാതിര, മെയ് 1999, ലെറ്റർ എം, ആയില്യം, ലെറ്റർ ഡബ്ല്യു, മകീര്യം 1988. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.